5:14 ഇപ്പം നമ്മൾ ഇന്നത്തെ പിച്ച് ലേറ്റ് ആയി പോയി ആദ്യം വിചാരിച്ച് 5:26 കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതായിരിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചു. ആ ടൈം തൊട്ട് 6:30 വരെ കഴിക്കാം. അതൊന്നും സുഖമായി പോയല്ലേ, അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയുള്ള ഒരു ചൊല്ലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്റെ ബ്രദറൊക്കെ അവന്റെ ഒരു ഫ്രണ്ട് അത് കഴിച്ചതുണ്ട്. അതിനകത്ത് ഒരു പേര് പറയല്ലോ, ദൈവത്തിന് റംദാൻ മാസത്തില് ഈ ആദ്യത്തെ നോയമ്പ് ഞാൻ പിടിക്കുന്നു. ദൈവത്തിന് വേണ്ടിയിട്ട് റമദാൻ മാസത്തില് നാളത്തെ നോമ്പില് ഞാൻ നമ്മൾ ഇവിടുന്ന് അടുത്താത് തൊട്ടടുത്ത ഒരു 10 കിലോമീറ്ററോട് ഇല്ല നമ്മളിവിടുന്ന് പഞ്ചാറമൂട്. ഒരു സിനിമ സ്റ്റൈലല്ലേ? ഓ ഇത് ഇപ്പോഴത്തെ സിനിമയൊക്കെ സിനിമ ഇൻഫ്ലുവൻസ് ഉണ്ടോ? സിനിമയായിട്ട് കാണാൻ ബോധമില്ലാത്ത പൊട്ടന്മാരാ അങ്ങനെ ചെയ്യുന്നത്. ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, ഓരോരുത്തർ ഓരോ മെന്റാലിറ്റി അല്ലേ. സിനിമയായിട്ട് കാണാൻ ഇപ്പൊ ഒരു സിനിമ മാർക്കോ ഇറങ്ങി, ആ മാർക്കോയിൽ എഴുതി വെച്ചിട്ടുണ്ട് 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ അത് കാണാവൂ. അതിനുള്ള കീഴിലുള്ള ഒരു കഥ കൊലയാന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ന്യൂസ് തുറന്ന യൂട്യൂബ് തുറന്ന ഇപ്പൊ ഒരു കൊച്ചു ചെറുക്കൻ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യനെ കൂട്ടുകാരന്മാർ ഒരു പ്ലാൻ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആരും സൗദിയിലെ ദുബായിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞായിട്ട് ഞാനൊരു ന്യൂസ് ഉണ്ട്, സൗദി അറേബ്യയിലാണെന്ന് തോന്നുന്നു, മയക്കുമരുന്ന് പിടിച്ച് 2 പേരെ പിടിച്ച്. അതിനകത്ത് ഇന്ത്യക്കാരനുണ്ട്, അവരെ കൊന്നല്ലോ, ദിശയിൽ വരെ കൊല്ലും അവിടെ. എത്ര MDMA അങ്ങനത്തെ ഓരോ പിന്നെ കഞ്ചാവിനെ കാട്ടി ഉപരിയുള്ള കാര്യങ്ങളൊക്കെ. പണ്ട് കഞ്ചാവായിരുന്നു, നിർത്തുമ്പോൾ എന്താ പറയണേ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും, മെന്റലി ദേഷ്യങ്ങൾ വരും എന്നൊക്കെ പറയണേ. പക്ഷെ നമ്മുടെ കോളേജിൽ ഇങ്ങനെയൊന്നും തരുന്നുണ്ടോ? മദ്യപിക്കുന്ന കൂട്ടുകാരുണ്ട്, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന കൂട്ടുകാരുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ പറയുന്നില്ല. ഈ കുടിക്കാതിരിക്കുന്നത് ഒരു കഴിവുകേടാണ്. അത് ആണുങ്ങളായി കഴിഞ്ഞ് കുടിക്കണം, അല്ലെങ്കിൽ വലിക്കാതിരിക്കുന്നത് കഴിവുകേടാണെന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഒരു സമയത്ത്. നമ്മുടെ പേര് കുടിക്കുന്നതെന്ന് വെച്ചോ, അപ്പം അവനൊരു കഴിവ് കേട്ടവൻ, അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ളത്. കുടിക്കാതെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം ചിലപ്പോൾ കുടിക്കാൻ ആഗ്രഹം ഇല്ലെങ്കിൽ പോലും എന്നാ കേൾക്കുമ്പോ അവന്റെ മുമ്പിൽ നാളാവാം എന്ന് വിചാരിച്ച് കുടിക്കുന്നവരുണ്ട്. മനസ്സിലല്ലേ? അങ്ങനെ പിന്നെ ശീലമുണ്ട്. പക്ഷെ വേണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേണ്ട, അതിനോട് താല്പര്യമില്ല. 100% ലിറ്ററസി എന്ന് പറഞ്ഞൊരു പഞ്ചാബുകാരെ ഇടയ്ക്ക് വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും കൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, ഒരു ഇല്ലാത്ത ആൾക്കാരാണെന്ന് വേറൊരു പഞ്ചാബിലുള്ള ഒരു സിംഗൻ ഒരുത്തം പറഞ്ഞപ്പോൾ നമുക്ക് കൊണ്ടു. അപ്പം പക്ഷെ എന്തുകൊണ്ട് നമ്മൾ കൊല്ലംകാരെ പറയും, ഞാൻ കൊല്ലംകാരാണ്, നമ്മൾ അല്ലെങ്കിൽ കണ്ണൂർക്കാരെ പറയും, കോഴിക്കോട്ടുകാരെ പറയും, നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പല ജില്ലക്കാരെ പറ്റി കുറ്റം പറയും. തന്നെ കൊല്ലംകാരെ അടി നടന്നോ, അവൻ കൊല്ലംകാരനെ, പപ്പടത്തിന് അടി നടന്നോ, അവൻ കൊല്ലംകാരൻ, ലേസിന് അടി നടന്നോ, അവൻ കൊല്ലംകാരാണ്. കൊല്ലത്തുള്ളവർ നല്ല അടിപൊളി ആൾക്കാരാണ്. 1-2 ആൾക്കാർ അങ്ങനെ ചെയ്യുന്നു പറഞ്ഞ് കൊല്ലത്തിലുള്ള എല്ലാ ആൾക്കാരും അങ്ങനെയാണ്. ഇപ്പം പിന്നെ കണ്ണൂർ ഒന്ന് പറഞ്ഞ ഉടനെ വിട്ട് കുത്ത് ബോംബെറിയിൽ അങ്ങനെയൊന്നുമല്ല. കണ്ണൂർ നല്ല അടിപൊളി ആൾക്കാർ. കോഴിക്കോട് എന്ന് പറയുമ്പോൾ വേറെ രീതിയിലുള്ള വർത്തനം. ഏറ്റവും നല്ല ആൾക്കാർ കോഴിക്കോട്. ഞാൻ അവിടെ പോയിട്ടുള്ള അവിടെ ഏറ്റവും ആഹാരം കൊടുക്കാൻ സ്നേഹമുള്ള ഏറ്റവും നല്ല അടിപൊളി മനുഷ്യരോട് താമസിക്കുന്ന സ്ഥലം കോഴിക്കോട്. ഈ ഒരു വിഷയം തീരൂല. എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കണേ, ഇവർ അന്ന് ആ ഒരു വിഷയം ഉണ്ടാക്കി ഇവരുടെ വീട്ടുകാരായിട്ടുള്ള പ്രശ്നം ഉണ്ടായ സമയത്ത് ആദ്യമൊക്കെ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്ത് വെച്ചാൽ, ഈ പ്രവീൺ എന്ന് പറഞ്ഞ ഇവനെയൊക്കെ ഞാൻ ആദ്യം സപ്പോർട്ട് ചെയ്ത് വെച്ചാൽ, പിന്നെ ആയപ്പോൾ ഇവർ ഇത് വിറ്റിട്ട് ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിനകത്ത് കിടക്കുന്ന കുടുംബ വഴക്കൊക്കെ നാട്ടുകാരെ കാണിച്ചിട്ട് എന്നിട്ട് അതുവഴി ഏതോ റീച്ച് ഉണ്ടാക്കുന്ന പോലത്തെ രീതിക്കൊക്കെ ഇവർ പോകാൻ തുടങ്ങി. ആദ്യമൊക്കെ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഇവർ പറഞ്ഞു വെച്ചതെന്നാണ്, ഞങ്ങൾക്ക് ഈ ഒരു വിഷയത്തിനെ പറ്റി അധികം പറയാനായിട്ട് താല്പര്യമില്ല എന്നൊക്കെയുള്ള രീതിക്കായിരുന്നു അവർ പറഞ്ഞത്. അപ്പം ആ ഒരു ടൈമിനകത്തേക്ക് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് വെച്ചു. പക്ഷെ പിന്നെ ആയപ്പോഴത്തേക്കും അതായത് ഇവരൊരു വീഡിയോ ഇടുന്നു, പിന്നെ അതിൻ്റെ റിയാക്ഷനായിട്ട് അപ്പുറത്തുനിന്നൊൊരു വീഡിയോ ഇടുന്നു, പിന്നെ അങ്ങനെ ഈ ഒരു വിഷയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം അടുത്ത വിഷയമായിട്ട് വന്നേക്കണവർ. അപ്പം ഈ ഒരു ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന സാധനം ഞാൻ കാണാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. കാര്യം ഇവർക്ക് സെല്ല് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളും അവരുടെ വീട്ടിനകത്ത് നടക്കുന്ന ഇപ്പം അവർ മറ്റേ ചിക്കൻ കറി വെക്കണതോ അല്ലെങ്കിൽ മീൻ കറി വെക്കുന്നതോ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം കുറച്ച് വ്യൂസേ ഉണ്ടാവുള്ളൂ. അവരുടെ ആ ഒരു സ്ഥിരമായിട്ട് കണ്ടിരിക്കുന്ന ആൾക്കാർ മാത്രമേ അത് കാണുള്ളൂ. പക്ഷെ അവരുടെ വീട്ടിനകത്തുള്ള വല്ല കുടുംബ വഴക്കോ അല്ലെങ്കിൽ അച്ഛനായിട്ട് പിണങ്ങിയോ അല്ലെങ്കിൽ അമ്മയായിട്ട് പിണങ്ങിയോ അല്ലെങ്കിൽ കുഞ്ഞമ്മയ്ക്ക് കൊച്ചുണ്ടായോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് കാണാനായിട്ട് ആൾക്കാർ ഇങ്ങനെ എടുത്തിങ്ങനെ നിൽക്കുന്നതാണ്. വീട്ടിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ, അതേപോലെ ഗർഭം, അതേപോലെ വേറെന്തോന്നാ അപ്പം ഇതിനൊക്കെ എക്സാമ്പിൾ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. ഇപ്പം ഈ ട്രെൻഡിങ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ ഫാമിലി വ്ളോഗേഴ്സ് എങ്ങനെയാണ് ട്രെൻഡിങ് കയറുന്നത് നോക്കിയാൽ. ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിന് ഗർഭം ഉണ്ടാകുമ്പോഴത്തേക്കും അപ്പം തന്നെ 10 മാസത്തേക്കുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ സെറ്റാണ്. പിന്നെ ആ കൊച്ചി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കൊച്ചിൻ്റെ മറ്റേ പേരിടൽ ചടങ്ങ്, നൂലുകെട്ട്, മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ നാൾ ഓടിക്കുക. പിന്നെ കല്യാണം ഇവരുടെ ഒരു വലിയൊരു ഫാക്ടറാണ്. കല്യാണത്തിൻ്റെ ടൈം ഉണ്ടെങ്കിൽ അതിനും കുറേ ഇതാക്കാം. പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഡിവോഴ്സും ഇവരുടെ വലിയൊരു ഇതാണ്. ഡിവോഴ്സ് വെച്ചിട്ട് അത്യാവശ്യം റീച്ച് ഉണ്ടാക്കാം. അപ്പം ഇങ്ങനെ ഇവർക്ക് ഈ കുടുംബത്തിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളാണ് മെയിനായിട്ട് പറഞ്ഞ് ഇവരുടെ കണ്ടന്റ്. അതാണ് ഇവരുടെ ആ ഒരു കണ്ടന്റ്. ഇപ്പം ആ ഒരു കണ്ടന്റുകൾ ഇവരെടുത്ത് നാട്ടുകാരെ കാണിക്കും. നാട്ടുകാരെ കാണിച്ചെടുത്തിട്ട് നമ്മൾ പിന്നെ അതിനകത്ത് വല്ല പറയാൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ കുറേ എണ്ണം കമന്റ് ആയിട്ട് വരും. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നീ എന്തിനാണ് എടുത്തു വെച്ച് സംസാരിക്കുന്നതെന്നായിരിക്കും മറ്റേ ചോദ്യം. അപ്പം എനിക്ക് അവരോട് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞ് ഇവന്റെ വീട്ടിൽ നടക്കുന്ന കാര്യം ഞാൻ ഇവിടെ ഒളിക്യാമറ എടുത്ത് വെച്ചിട്ട് പിടിച്ചിട്ട് കാണിക്കുന്നതല്ല നിങ്ങളാ. അവൻ തന്നെയാണ് അവന്റെ വീട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എടുത്ത് നാട്ടുകാരെ കാണിക്കുന്നത്. അപ്പം അതിനകത്ത് എടുത്ത് വെച്ച് സംസാരിക്കുന്നതിന് എന്ത് തെറ്റാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുള്ള. അപ്പം എനിക്ക് അത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പം ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പം എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കമന്റ് വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ